ഞാൻ ഇന്ന് തിരച്ച് വറുത്തരച്ച് വയ്ക്കാനാണ് പോകുന്നത്. കുറച്ച് ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക്, ഒരു 10 മുളക് എടുത്തിട്ടുണ്ട്, ഉള്ളി ഇട്ടിട്ടുണ്ട്, മല്ലി 2 സ്പൂൺ, ഉണ്ടമല്ലി, ഇതെല്ലാം കൂടെ വറുത്തെടുക്കാം. തേങ്ങ മൂത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് കുരുമുളകും കൂടെ, കുരുമുളകും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അരയ്ക്കാം. ഞാൻ അരച്ചിട്ട് വരാം. ഇനി അരച്ചിട്ടൊന്ന് ചട്ടി കയറ്റിയാൽ മതി. ഞാൻ അരച്ച് കഴിഞ്ഞു. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്, ഉപയോഗിക്കാവും. ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഒരു 10-15 ഒന്ന് മൂപ്പിക്കണം. അതിൻ്റെ കൂടെ മുരിങ്ങയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക, ഒരു പച്ചമുളക്, തക്കാളി, ഇത്രയിട്ട് ഒന്ന് വശക്കിയെടുക്കണം. വശന്ന് വന്നതിന് ശേഷം കൂട്ടിടുക. അരച്ചിട്ട് കൂട്ട്, നല്ല മഷി പോലെ അരച്ച കൂട്ടാണ്. ഇട്ട് വീണ്ടും ആ കൂട്ട് മൂപ്പിക്കണം. അതിൻ്റെ പച്ചച്ചുവയൊന്ന് പോകണം. ഞാൻ പുളിയും കൂടെ അരച്ചിട്ടുണ്ട്. പുളി വേണമെന്നുള്ളവർക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. ഇതെൻ്റെ വീട്ടിലെ പുളിയായതുകൊണ്ട് നല്ല അരച്ചു. തിരച്ചിയ കഷ്ണവും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കണം. ഇതൊരു 1/2 കിലോ തിരച്ചി വരും. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. നമുക്ക് എത്ര വേണോ അത്രയും വെള്ളം ചേർക്കുക. ഇതിപ്പോൾ ഞാനൊന്നൊരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് നല്ല വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം. മീൻ വെന്ത് കഴിഞ്ഞു. കുറച്ച് കരിവേപ്പില ഇട്ട് ഉലുവാപ്പൊടി ഇടണം. ഉലുവാപ്പൊടി ഇടുന്നു കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ. ഒന്ന് ഇളക്കി അടച്ചു വെക്കണം. മീൻ റെഡിയായി.